പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി സുവിശേഷം 14-ാം അധ്യായം 30-ാമത്തെ തിരുവെഴുത്ത്. എന്നാൽ അവൻ കാറ്റു കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങി, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു? വേദപുസ്തകത്തിനകത്ത് മത്തായി സുവിശേഷത്തിന്റെ 14-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ പത്രോസിന്റെ ഒരു സംഭവം, ജീവിതത്തിൽ താൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസത്തിലൂടെ കടന്നു പോകുവാൻ ധന്യനായ വിശുദ്ധനായ പത്രോസിന് സാധിച്ചു. 4-ാം യാമത്തില് കടലിനു മീതെ നടന്നു വരുന്ന, വെള്ളത്തിനു മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ട് അവർ ഭൂതമെന്ന്, ശിഷ്യന്മാർ ഭൂതമെന്ന് നനച്ച് ഭൂതമാണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ യേശു പറഞ്ഞു, അല്ല, ഭൂതമല്ല, ഞാനാണ്. പത്രോസ് ഉടനെ ചാടി പറഞ്ഞു, കർത്താവേ, അങ്ങ് ആണെങ്കിൽ വെള്ളത്തിനു മീതെ നടന്നു വന്ന് അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു ഉടനെ വരുവാൻ പറഞ്ഞു. പത്രോസ് നടന്നു, വെള്ളത്തിനു മീതെ നടന്നു. ചുറ്റുമുള്ള കാറ്റ് അലറി അടിച്ചപ്പോൾ പത്രോസിന്റെ ശ്രദ്ധ കാറ്റിലേക്ക്. അങ്ങനെ പത്രോസ് കാറ്റു കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങി. പേടിച്ചിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന പത്രോസ് ഇതാ മുങ്ങിപ്പോവുക. വചനം പറയുന്നു, യേശു കൈനീട്ടി അവനെ പിടിച്ചു. എവിടെയാണോ അവൻ മുങ്ങിയത് അവിടെ തന്നെ. എന്നെ ഇന്ന് മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, നീ താഴ്ന്നു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൽ ഒരു ആലോചന നിന്നോട് പങ്കുവയ്ക്കുക. നീ താഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ എവിടെ താഴ്ന്നുവോ അവിടെ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിനകത്ത് 57-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവെഴുത്ത് പറയുന്നു, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. എന്നോട് ധിക്കാരം കാണിക്കുന്നവരെ, അവരുടെ ഭാവം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, എന്നെ രക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നൊരു കരം ഇറങ്ങി. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുന്നു എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ദൈവ പൈതലേ, നീ താഴ്ന്നു പോകുവാൻ അനുവദിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം നിന്നെ വലയം ചെയ്യുന്നുണ്ട്. പത്രോസ് മുങ്ങിത്തുടങ്ങിയപ്പോൾ കാറ്റ് കണ്ടിട്ടാണ് മുങ്ങിത്തുടങ്ങിയതെങ്കിൽ ഇന്ന് ഈ മെസ്സേജിലൂടെ ദൈവത്തിന്റെ കരം അവനെ പിടിച്ച് ഉയർത്തിയെങ്കിൽ, ദൈവ പൈതലേ, നീ എവിടെയാണോ താഴുവാൻ തുടങ്ങുന്നത് അവിടെ നിന്നെ ഉയർത്തുവാൻ ഒരു കരം സ്വർഗത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് നിന്റെ പുറകെ വന്ന് നിന്നെ ഉയർത്തിയെടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, നീ താഴുവാൻ സമ്മതിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. നീ എവിടെ താഴുന്നുവോ അവിടെ തന്നെ നിർത്തി നിന്നെ ഉയർത്തി നിന്നെ മാനിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. നീ എവിടെ അപമാനിക്കപ്പെടുന്നുവോ അവിടെ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം, അവിടെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് പറയുന്ന ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക, ഒരു ദൈവ ശബ്ദം നിന്നോടുകൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് മന്ത്രിക്കുന്ന ഒരു വാചകം ഇതാണ്: നീ താഴ്ന്നു പോകുവാൻ ദൈവം അനുവദിക്കില്ല, നിന്നെ തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എവിടെ താഴ്ന്നുവോ അവിടെ ഉയർന്നിരിക്കുവാൻ ദൈവത്തിന്റെ ഒരു കരം സ്വർഗത്തിൽ നിന്ന് നിന്റെ നേരെ ചലിക്കപ്പെടുന്ന ഒരു നിമിഷമാണ് ഈ മെസ്സേജ്. പത്രോസേ, നീ താഴ്ന്നു പോകുവാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. നീ താഴുവാൻ തുടങ്ങിയപ്പോൾ ഒരു കരം വന്നില്ലേ? പത്രോസ് പറയും, അതെ ദൈവദാസനെ, ഒരു കരം വന്നിട്ടുണ്ട്. ഞാൻ കണ്ടു ആ കരം. ഞാൻ മുങ്ങിത്തുടങ്ങിയെടുത്ത് അവിടെ തന്നെ എന്നെ പൊക്കി നിർത്തിയ ഒരു കരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പത്രോസ് അങ്ങനെ വിളിച്ചു പറഞ്ഞുവെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ഉയർന്ന മേഖലകളെ ദൈവം കൊണ്ടുവരുവാൻ പോകുന്നു. നീ താഴ്ന്നിടത്ത് നിന്ന് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. അതാ യേശു കർത്താവ് മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വചനം പറയുന്നുവെങ്കിൽ അവനങ്ങ് പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വർഗസ്ഥനായ ദൈവമുണ്ടല്ലോ, അവനെ സ്വർഗത്തിൽ എല്ലാത്തിനും മീതെ അധികാരിയാക്കി മാറ്റിയെങ്കിൽ ഇന്ന് ഈ മെസ്സേജിലൂടെ എന്നെ കേൾക്കുന്ന ദൈവവേദലെ, പാതാളത്തിലേക്ക് ഇറങ്ങിയ യേശുവിനെ പാതാളത്തിൽ കുഴിച്ചിടുവാനല്ല എന്റെ ദൈവത്തിന്റെ പദ്ധതി, മറിച്ച് സ്വർഗത്തിലേക്ക്, ഉയർന്ന സ്വർഗത്തിലേക്ക്, ഏറ്റവും ഉയർന്ന സ്വർഗത്തിലേക്ക് അവനെ ഉപവിഷ്ടനാക്കിയെങ്കിൽ, പിതാവിന്റെ വലത്തു ഭാഗത്ത് അവൻ ഇന്ന് ഇരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നുവെങ്കിൽ, താഴ്ചയിൽ നിന്ന് ഉയർത്തിയ ദൈവ സാന്നിധ്യം ഇന്ന് ദൈവ പൈതലെ നിന്നോട് മന്ത്രിക്കുക. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവ കരമുണ്ട്. ആ കരത്തിൽ ചേർത്ത് പിടിച്ചോ. അല്പവിശ്വാസിയെ, നീ എന്തിനെ സംശയിച്ചു
ജയിച്ചു എന്ന് പത്രോസിനോട് ചോദിച്ചതുപോലെ അല്പം പോലും അവിശ്വാസമില്ലാതെ വിശ്വാസിയായിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ മെസ്സേജിലൂടെ നിന്നെ ശക്തീകരിക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്. ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമായി തീരട്ടെ. God bless you. Amen.